താൻ ഇത്രയും തകർന്നിരിക്കുന്ന ഒരു സമയത്ത് സ്നേഹ അങ്ങനെ പറഞ്ഞത് ശ്രാവണിന് ഇഷ്ടായില്ല. നോക്ക് സ്നേഹ, ഞാൻ അങ്ങനൊരു മൂഡിലല്ല. ശ്രാവൺ ഫോൺ കട്ട് ചെയ്തു. താൻ വിളിച്ചപ്പോ ഒന്ന് നന്നായി സംസാരിക്കുക കൂടി ചെയ്യാതെ ശ്രാവൺ ഫോൺ കട്ട് ചെയ്തത് സ്നേഹയെ ചൊടിപ്പിച്ചു. അവൾ പിന്നെയും ശ്രാവണിനെ വിളിച്ചു. ശ്രാവൺ ദേഷ്യത്തോടെ അവളുടെ കോൾ അറ്റൻഡ് ചെയ്തു. നീ വാക്കന്നല്ലേ ശ്രാവൺ, ഹരിണിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് അഭിനയിച്ചോളാന്ന്. എന്നിട്ട് നീ ഇങ്ങനെ കാലുമാറിയ ശരിയാകോ? ഹരിണിയുടെ കാര്യത്തിന് വേണ്ടിയാ നിന്നോട് ഞാൻ വരാൻ പറഞ്ഞ. സ്നേഹ പറഞ്ഞു. ശ്രാവൺ മനസ്സില്ലാ മനസ്സോടെ വരാമെന്ന് സമ്മതിച്ചു. സ്നേഹ ശ്രാവണിനോട് നേരെ ന്യൂട്രൻസ് മാളിലേക്ക് എത്താൻ പറഞ്ഞു. പോകാൻ ഒട്ടും മനസ്സില്ലെങ്കിലും ശ്രാവൺ വേഗം റെഡിയായി സ്നേഹ പറഞ്ഞ മോളിലേക്ക് ചെന്നു. അവിടെ എത്തിയതും അതിന്റെ എൻട്രൻസിൽ തന്നെ അവനെയും കാത്തു നിൽക്കുന്ന ഹരിണിയെയും സ്നേഹയെയും അവൻ കണ്ടു. ശ്രാവൺ നേരെ അവരുടെ അരികിലേക്ക് ചെന്നു. ശ്രാവൺ, നിങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയിക്കോ. അവിടുന്ന് എന്തെങ്കിലും ഭക്ഷണവും കഴിച്ചിരിക്കണം. ബാക്കി ഞാൻ വഴിയെ പറയാം. സ്നേഹ വിവരിച്ചു കൊടുത്തു. ശരി, എന്തായാലും കുഴപ്പമില്ല, ഒന്ന് വേഗാവട്ടെ. ഒട്ടും താല്പര്യമില്ലാതെ ശ്രാവൺ പറഞ്ഞു. ഹരിണി അപ്പോഴേക്കും അവനെയും കൂട്ടി ഫുഡ് കോർട്ടിലേക്ക് നടന്നു. എടി ഹരിണി, അവൻ വലിയ പണക്കാരനാണെന്ന് അറിഞ്ഞത് മുതല് നിനക്ക് അവന്റെ മേലൊരു കണ്ണുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ എത്രയും പെട്ടെന്ന് നിന്നെ രാജേഷിനെ ഏൽപ്പിക്കാന്ന് ഞാൻ വിചാരിച്ചത്. ശ്രാവണിന് എനിക്ക് വേണം. അതിന്റെ ഇടയിൽ തടസ്സമായിട്ട് നീ ഉണ്ടാവരുത്. സ്നേഹ ചിന്തിച്ചു. പിന്നെ ഗൂഢമായൊരു ചിരിയോടെ അവർ പോകുന്നതും നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹരിണി ഒന്ന് തിരിഞ്ഞ് സ്നേഹയെ നോക്കി. നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. ഇത്രയും വലിയൊരാൾ എന്റെ കൂടെ ഉണ്ടാവുമ്പോ എനിക്കെന്തിനാ നക്കാപ്പിച്ച ശമ്പളം വാങ്ങുന്ന രാജേഷിനെ? ശ്രാവണിനെ എങ്ങനെയും ഞാൻ എന്റെ വരുതിയിലാക്കും. രാജേഷ് എന്ന അധ്യായം എന്നേക്കുമായി ഞാൻ അടക്കും. ഇന്ന് അതിനു വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത്. ഹരിണി ചിന്തിച്ചു. അവർ ഫുഡ് കോർട്ടിലേക്ക് പോയ ഉടനെ തന്നെ സ്നേഹ രാജേഷിന്റെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, രാജേഷ് അല്ലേ? ഞാൻ ഹരിണിയുടെ കസിൻ സിസ്റ്റർ സ്നേഹയാണ്. ഞങ്ങളൊരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുക. ദയവ് ഇതൊന്ന് സഹായിക്കണം. എന്താ സ്നേഹ, കാര്യം പറയ്. രാജേഷ് സ്നേഹയോട് ചോദിച്ചു. ഞങ്ങളിപ്പോ ന്യൂട്രൻസ് മോളിലെ ഫുഡ് കോർട്ടിലാ. ഇവിടെ ഒരു വൃത്തികെട്ടവൻ ഹരിണിയെ ശല്യം ചെയ്യുന്നു. രാജേഷ്, ഒന്ന് വേഗം വരൂ. ദയനീയമായ സ്വരത്തിൽ സ്നേഹ ചോദിച്ചു. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ ഉടനെ വരാം എന്നും പറഞ്ഞ് രാജേഷ് കട്ട് ചെയ്തു. അത് കേട്ടതും സ്നേഹയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഹരിണിയെ എത്രയും പെട്ടെന്ന് രാജേഷുമായി സെറ്റാക്കാൻ സ്നേഹ കണ്ടുപിടിച്ച പ്ലാൻ ആയിരുന്നു ഇത്. അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഹരിണി സ്നേഹ പറഞ്ഞ സ്ഥലത്തിരിക്കാതെ ശ്രാവണിനെയും കൊണ്ട് മറ്റൊരിടത്തേക്ക് മാറിയിരുന്നു. രാജേഷിനു വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു സ്നേഹ. രാജേഷ് അധികം താമസിക്കാതെ തന്നെ മോളിലേക്ക് എത്തി. സ്നേഹ അയാളെയും കൊണ്ട് ഫുഡ് കോർട്ടിലേക്ക് നടന്നു. അവൾ പറഞ്ഞ സീറ്റ് കാലിയായിരുന്നു. അവൾ ചുറ്റിനും കണ്ണോടിച്ചു. അപ്പോഴാണ് ദൂരെ മാറിയിരിക്കുന്ന ഹരിണിയെയും ശ്രാവണിനെയും അവൾ കണ്ടത്. അവർ വളരെ സന്തോഷത്തിൽ വർത്തമാനം പറയുകയായിരുന്നു. അത് കണ്ടപ്പോ സ്നേഹയുടെ ഉള്ളിൽ വലിയൊരു അസൂയ മുളപൊട്ടി. ദേ, അവിടെയുണ്ട് രാജേഷ്, അവിടെയുണ്ട് അവര് എന്ന് പറഞ്ഞ് സ്നേഹ രാജേഷിന് അവരെ കാണിച്ചു കൊടുത്തു. രാജേഷ് ദേഷ്യത്തോടെ അവളുടെ അരികിലേക്ക് ചെന്നു. ഹരിണി, നീ എന്താ ഇവിടെ കാണിക്കുന്നത്? വാ, നമുക്ക് പോവാം. രാജേഷ് പറഞ്ഞത് കേട്ട് യാതൊരു ഭാവമാറ്റവുമില്ലാതെ ഹരിണി ഫുഡ് കഴിക്കാൻ തുടങ്ങി. എങ്ങോട്ട് പോവാൻ? ഞാൻ എങ്ങോട്ടും വരുന്നില്ല. രാജേഷ് പൊയ്ക്കോ. അത് കേട്ടതും രാജേഷിന് ദേഷ്യം വന്നു. എന്റെ കൂടെ വരാതെ പിന്നെ ഈ വൃത്തികെട്ട തെണ്ടിയുടെ കൂടെ ഇരിക്കാനാണോ നിന്റെ പ്ലാൻ? അത് കേട്ടതും ഹരിണി ചാടി എഴുന്നേറ്റ് ദേഷ്യത്തോടെ രാജേഷിനെ അടിച്ചു. മൈൻഡ് യുവർ വേർഡ്സ് രാജേഷ്, അവൾ പറഞ്ഞു. ഇവന് വേണ്ടി നീ എന്നെ അടിച്ചു അല്ലേ? എന്റെ പുറകെ നീ നടക്കുന്നത് കുറെ നാളായി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാ എനിക്ക് നിന്നോടൊരു സോഫ്റ്റ് കോർണർ തോന്നിയത്. അതാ നിന്റെ കസിൻ സിസ്റ്റർ വിളിച്ചു പറഞ്ഞപ്പോ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നത്. പക്ഷേ നീ എന്നെ അപമാനിച്ചു അല്ലേടി? വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ രാജേഷ് ചോദിച്ചു. ആര് നിന്റെ പുറകെ നടന്നു? നീയല്ലേ എന്നെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? മര്യാദക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്. രാജേഷിന് ആ അപമാനം താങ്ങാനായില്ല. അയാൾ അവിടെ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. അത് കണ്ടതും ഹരിണി ഗൂഢമായി ഒന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ശ്രാവൺ, അയാൾ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാന്ന്. എനിക്ക് മതിയായി. കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവൾ ശ്രാവണിനെ കെട്ടിപ്പിടിച്ചു.
തന്റെ നെഞ്ചിൽ വീണ് കരയുന്ന അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം ശ്രാവൺ അവളെ ചേർത്ത് പിടിച്ചു. സാരമില്ല, പോട്ടെ. ഇത് തന്നെ പറ്റിയ ചാൻസ് എന്ന് മനസ്സിൽ കരുതി ഹരിണി ശ്രാവണിനെ പതിയെ ചുംബിക്കാൻ ശ്രമിച്ചു. അവൻ വേഗം ഹരിണിയെ തട്ടിമാറ്റി പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും സ്നേഹ അവിടെ എത്തിയിരുന്നു. നീ എന്തു പണിയാ കാണിച്ചത്? ആ രാജേഷിനെ അടിച്ചോ? ഇനി അവൻ നിന്നെ മൈൻഡ് ചെയ്യുമെന്ന് നിനക്ക് തോന്നണുണ്ടോ? സ്നേഹ ദേഷ്യത്തോട് ചോദിച്ചു. തന്റെ ഉദ്ദേശം സ്നേഹ അറിയരുതെന്ന് ഹരിണി ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അവൾ സ്നേഹയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. എന്റെ പൊന്നു സ്നേഹേ, നിനക്ക് ആണുങ്ങളുടെ മനഃശാസ്ത്രം അറിയാത്തോണ്ടാ. അവഗണിക്കും തോറും അവർക്ക് സ്വന്തമാക്കാനുള്ള ആഗ്രഹവും കൂടും. ഇനി ഒരിക്കലും അവൻ എന്നെ വിട്ടുപോകാൻ കഴിയില്ല. നീ നോക്കിക്കോ, ഇനി രാജേഷ് എന്റെ പുറകിന്ന് മാറില്ല. അത് കേട്ടപ്പോ സ്നേഹയ്ക്ക് സന്തോഷായി. അങ്ങനെയാണെങ്കി ഓക്കെ, അവൾ പറഞ്ഞു. മോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശ്രാവണിന്റെ മനസ്സിൽ മുഴുവനും താരയായിരുന്നു. ഇന്നലെ അങ്ങനെ പിരിഞ്ഞതിനു ശേഷം അവളെ കണ്ടിട്ടില്ല, ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. ശ്രാവണിന് ഇപ്പോ തന്നെ താരയെ കാണണം എന്ന് തോന്നി. ശ്രാവൺ നേരെ അവർ പതിവായി കണ്ടുമുട്ടാറുള്ള സ്ഥലത്തേക്കെത്തി. പക്ഷേ അവിടെയെങ്ങും താരയില്ലായിരുന്നു. അവൻ നേരെ അവൾക്കായി താൻ വാങ്ങിക്കൊടുത്ത വില്ലയിലേക്ക് ചെന്നു. അതിന്റെ ഗേറ്റ് പൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ അവൾ അവിടെയും ചെന്നിട്ടില്ല എന്ന് മനസ്സിലായി. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കുന്നോർത്ത് ശ്രാവൺ സങ്കടപ്പെട്ടു. ഇതുവരെ അവൾ നിന്നിരുന്ന ഹോസ്റ്റലിൽ ഉണ്ടാകുമെന്ന് അപ്പോൾ ശ്രാവണിന്റെ മനസ്സ് പറഞ്ഞു. അവൻ വേഗം ലേഡീസ് ഹോസ്റ്റലിലേക്ക് ചെന്നു. അനുവാദം ചോദിക്കാൻ പോലും കാത്തു നിൽക്കാതെ അവൻ നേരെ അവളുടെ റൂമിലേക്ക് നടന്നു. താരയുടെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അവൻ ആ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് പാട്ട് കേൾക്കുകയായിരുന്നു ലക്ഷ്മിക. അവൾ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. നീയോ? നീ എന്താ ഇവിടെ? ഇങ്ങോട്ട് കയറി വരാൻ നിനക്ക് ആരാ അനുവാദം തന്നേ? ലക്ഷ്മിക ദേഷ്യത്തോട് ചോദിച്ചു. താര എവിടെ? ശ്രാവൺ ഗൗരവത്തോടെ ലക്ഷ്മികയോട് ചോദിച്ചു. പിന്നെ നിന്റെ താരയെ നോക്കിയിരിക്കലല്ലേ എനിക്ക് പണി. ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയി നോക്ക്. അവിടെ ഇരുന്ന് ഭിക്ഷ തെണ്ടുന്നുണ്ടാവും. കാമുകനെ പോലീസ് പിടിക്കാൻ പോവല്ലേ? ഇനി ജീവിക്കാൻ പണം വേണമല്ലോ. അത് കേട്ടതും ദേഷ്യത്തോടെ ശ്രാവൺ അവിടെയുള്ള ഡോറിൽ ആഞ്ഞു ചവിട്ടി. അത് 2 കഷ്ണമായി തകർന്നു. ശബ്ദം കേട്ടതും അടുത്തുണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം അവിടേക്ക് ഓടി വന്നു. അവർ ഭയത്തോടെ ശ്രാവണിനെ നോക്കി നിന്നു.